CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനെ ഗോവിന്ദച്ചാമിയുടെ പേര് പറഞ്ഞ് ഉപമിക്കുകയായിരുന്നു ചെയ്തത്. ഗോവിന്ദച്ചാമിയെ പോലെ സംസാരിക്കരുത് ഗോവിന്ദൻ മാഷ് എന്നാണ് ഫിലിപ്പ് കവിയിൽ പറഞ്ഞത്. ഉന്നം അതിന് തിരിച്ചുള്ള മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അവസരവാദി എന്നാണ് MV ഗോവിന്ദൻ മാഷ് പാംപ്ലാനി പിതാവിനെ വിളിച്ചത്. ഉന്നം പാംപ്ലാനി മാത്രമാണോ എന്നാണ് ചോദ്യം. നമ്മൾ ആ ചോദ്യത്തിലേക്ക് വന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സഭയുമായിട്ടൊരു പോർമുഖം തുറക്കുകയാണ്. ആദ്യം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് വരുന്നു, പിന്നീട് അത് CPM ഏറ്റെടുക്കുന്നു. പാർട്ടി സെക്രട്ടറി സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ക്യാമ്പയിൻ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറി ആദ്യമായി പേരെടുത്തു പറഞ്ഞ് അവസരവാദിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. പശ്ചാത്തലം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനവുമായി ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉന്നം പാംപ്ലാനി മാത്രമാണോ? നിലവിൽ ഉന്നം പാംപ്ലാനി മാത്രമാണ്. നിലവിൽ ഉന്നം പാംപ്ലാനി മാത്രമാണ്. പാംപ്ലാനിയെ പോലെ നിലപാടെടുക്കുന്ന മറ്റ് സഭാ മേലധ്യക്ഷന്മാർക്കും എതിരെയാണ്. അതാണ് ഇപ്പോൾ അല്പം മുമ്പ് എൻ്റെ ചർച്ചയിലേക്ക് ബാലൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം. ആ തരത്തിൽ നിലപാടെടുക്കുന്നവരെ വിമർശിക്കുന്നു, അതേ സഭയെ മൊത്തത്തിൽ വിമർശിക്കുകയല്ല. കാരണം പാംപ്ലാനി പിതാവെടുത്ത സമീപനത്തിൽ സഭയിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ നമ്മൾ കേട്ടതാണ്. പല ഘട്ടത്തിൽ പാംപ്ലാനിക്കെതിരെ വിമർശനം സോഷ്യൽ മീഡിയയിലടക്കം ഈ വിശ്വാസികളുടെ കൂട്ടായ്മയുടെ പ്രതികരണം കണ്ടതാണ്. സഭയിൽ നിന്നടക്കം ചില പിതാക്കന്മാർ എതിരഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. അതിനകത്ത് നടന്ന ചർച്ചകളിലും പാംപ്ലാനി എടുത്ത നിലപാട് ശരിയായില്ല എന്ന വിമർശനം ഉണ്ടായെന്ന് നമ്മൾ വാർത്തകളിൽ കൊടുത്തതാണ്. ഇപ്പോൾ നോക്കൂ, ഈ വിഷയത്തിൽ BJP ഏത് തരത്തിലാണ് നിലപാടെടുത്തത്? ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവം, ആ കന്യാസ്ത്രീകൾ അവിടെ ആക്രമിക്കപ്പെടുമ്പോൾ ആരാണ് അവിടേക്ക് ഓടിച്ചെന്നത്? ആരാണ് കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നത്? എല്ലാവരും, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. അവരുടെ മോചനത്തിന് വേണ്ടി ശക്തമായി മാധ്യമങ്ങളടക്കം എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ നിന്നുള്ള BJP നേതാക്കളും അവിടേക്ക് ഓടിപ്പോയിരുന്നു. അവരും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ നിലപാട് മാറ്റാൻ കേന്ദ്ര സർക്കാരിനെ കണ്ട് അവരും അഭ്യർത്ഥന നടത്തി, സഭാ മേലധ്യക്ഷന്മാരും നടത്തിയിരിക്കുന്നു. പക്ഷേ എന്താണ് കന്യാസ്ത്രീകൾ അനുഭവിച്ചത്? അവർ പുറത്തുനിന്ന് അനുഭവിച്ചത് നമ്മൾ കണ്ടു, ആ ദൃശ്യങ്ങൾ കണ്ടു. അതിനുശേഷം ജയിലിനകത്ത് അനുഭവിച്ചത് എന്ന് അവർ പല രാഷ്ട്രീയ നേതാക്കളോടും പറഞ്ഞു. അവർക്ക് സഭാവസ്ത്രം അണിഞ്ഞുകൊണ്ട് പുറത്ത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെയുണ്ട് എന്നുള്ളതാണ്. ജയിലിനകത്ത് അവർക്ക് ചെരുപ്പിടാൻ പറ്റുമായിരുന്നില്ല, അവർക്ക് കൊന്ത കയ്യിൽ പിടിക്കാൻ പറ്റുമായിരുന്നില്ല, അവർക്ക് ബൈബിൾ വായിക്കാൻ പറ്റുമായിരുന്നില്ല. അത് ജയിലിനകത്ത് മാത്രമല്ല, പുറത്തും സേവന പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളുടെ, അവിടുത്തെ അച്ഛന്മാരുടെ ഒക്കെ അവസ്ഥ അതാണ് എന്നുള്ള കാര്യം അവർ തുറന്നു പറയുകയായിരുന്നു. അതിനോട് എത്ര ശക്തമായിട്ട് ഈ പറയുന്ന പാംപ്ലാനി പിതാവടക്കം പ്രതികരിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ആ സമയത്ത് അതിശക്തമായി പ്രതികരിച്ചല്ലോ എന്നാണ് തലശ്ശേരി അതിരൂപതയുടെ പ്രസ്താവന ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതിശക്തമായ ഒരു പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ശരിയാണ്, ഇവിടെ എല്ലാ സഭകളും ചേർന്നിട്ടുള്ള വലിയ പ്രതിഷേധം കേരളം കണ്ടതാണ്. ആ പ്രതിഷേധം തലസ്ഥാനത്തുണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു, ആലപ്പുഴയിലുണ്ടായിരുന്നു, എല്ലായിടത്തും കണ്ടതാണ്. ആ പ്രതിഷേധമുണ്ട്. പക്ഷേ പ്രതികരണം എത്രത്തോളം ശക്തമായിരുന്നു? ഞാൻ പറയുന്ന പാംപ്ലാനി പിതാവിൻ്റെ പ്രതികരണമാണ്. പാംപ്ലാനി പിതാവ് ആ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷേ എത്ര ശക്തമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന അമിത്ഷായെ പോയി കാണുന്നു. അമിത്ഷാ അവിടെ ഛത്തീസ്ഗഡ് സർക്കാരിനോട് പ്രോസിക്യൂഷൻ എതിർക്കരുത് എന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടിയത് എന്നൊരു വിശ്വാസത്തിലേക്ക് സഭാ നേതൃത്വം എത്തുകയാണ്. അതായത് കോടതിക്കൊരു റോളുമില്ല. കോടതി നിയമവ്യവസ്ഥ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പറയുന്നതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന സംശയം ഇവിടെ ആകെ ഉന്നയിക്കപ്പെട്ടുള്ളതാണ്. അത് ഈ പറയുന്ന MV ഗോവിന്ദനെ മാത്രം പ്രതികരണമല്ല, വിശ്വാസികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നതാണ്. ഇങ്ങനെയാണോ ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളത്? അത് പാംപ്ലാനി പിതാവ് മുമ്പെടുത്തിട്ടുള്ള നിലപാടിൽ കൂടി ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്നേ. റബ്ബറിന് വില കൂട്ടിയാൽ ഇവിടെ നിന്നൊരു MP-യെ തരാമെന്നുള്ള പ്രസ്താവന നടത്തി രാഷ്ട്രീയ പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. നോക്കൂ, ഇപ്പോൾ ഈ ഫാദർ കവി അദ്ദേഹം നടത്തുന്ന പ്രതികരണം എന്താണ്? ആ പ്രതികരണം വലിയ രാഷ്ട്രീയമല്ലേ? അതിൽ ഈ ഒരാവശ്യമില്ലാതെ ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിൻ്റെ പേര് പറയുന്നു. പേരിൻ്റെ സാമ്യം കൊണ്ട് MV ഗോവിന്ദൻ ഗോവിന്ദച്ചാമി എന്ന പ്രയോഗം എന്തിനാണ് നടത്തുന്നത്? അങ്ങനെ ഒരു പ്രയോഗം എന്തുകൊണ്ട് BJP നേതാക്കളുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ എന്തുകൊണ്ട് അത്രയും ശക്തമായ പ്രതികരണം ഉണ്ടായില്ല? സ്വാഭാവികമായും ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ തോന്നുന്നൊരു സംശയമാണ്. ആ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അത് പറയുന്നു. അത് മാത്രമല്ല, MV ഗോവിന്ദൻ രാഷ്ട്രീയം എന്താണ്? പിണറായി വിജയൻ മൂന്നാമതും വരാതിരിക്കാനുള്ള തന്ത്രമാണോ MV ഗോവിന്ദൻ കാണിക്കുന്നത് എന്ന CPM-നകത്ത് പറയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്ന പോലെ രാഷ്ട്രീയം പറയുകയാണ് ഇവിടെ ഒരു പിതാവ്. അപ്പോൾ അതിൽ എന്താണ് താല്പര്യം എന്ന് സ്വാഭാവികമായൊരു സംശയം തോന്നും. അപ്പോൾ പാംപ്ലാനി പിതാവ് നടത്തിയിരിക്കുന്ന പ്രതികരണം അത് സഭയ്ക്കകത്തും വിശ്വാസികൾക്കൊക്കെ തന്നെയും എതിർവികാരം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം, വർഗീയ ധ്രുവീകരണം ഒഴിവാക്കാനുള്ള സുചിന്തിതമായ നിലപാടാണ് പിതാവ് സ്വീകരിച്ചതെന്ന്. ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്തുന്ന നിലപാടുകൾ എത്ര പിതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്? ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ ഏത് തരത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അതിൽ ആരുമായിട്ടാണ് കൂട്ടുചേർന്നിട്ടുള്ളതെന്നൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു കാര്യമുണ്ട്, CPM അതിശക്തമായ നിലപാട് ഈ
വിഷയത്തിലെടുത്തിട്ടുണ്ട്. കുറേ കാലമായി CPM-നുള്ള ഒരു ചീത്തപ്പേര് BJP-യുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളില്ല. ADGP MR അജിത് കുമാറിന്റെ വിഷയത്തിലടക്കം നമ്മൾ കണ്ടതാണ്. ശക്തമായി പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ CPM പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ BJP വിരുദ്ധ നിലപാട് ശക്തമായി എടുക്കുന്നു. അതിനൊരു ഒരു 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 ഒരാളുടെ ഒരു നേതാവിൻ്റെ പ്രതികരണമല്ല, അതൊരു തുടർച്ചയുണ്ട്. ആദ്യം അത് AK ബാലനാണ് നടത്തുന്നത്. AK ബാലൻ പറയുന്നു തലശ്ശേരിയിലെ ആഭ്യന്തരമന്ത്രി എന്നാണ് പാംപ്ലാനി വിമർശിക്കുന്നത്. അതിനുശേഷം VK സനോജ് നിലപാടെടുക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ MV ഗോവിന്ദൻ പ്രസംഗിച്ചത്. MV ഗോവിന്ദൻ അവസരവാദം എന്ന് പറഞ്ഞത് അവസരവാദപരമായ നിലപാടെടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അതിന് പറഞ്ഞത്. അത് വിമർശനങ്ങൾക്ക് അതീതരാണ് ഇവിടുത്തെ പിതാക്കന്മാർ എന്ന് കരുതേണ്ടതില്ല. ഇതിൽ അരമനയിൽ നന്നായി സുഖമായി ജീവിക്കുന്ന ബിഷപ്പുമാരുടെ ജീവിതവും ഈ സേവന പ്രവർത്തനത്തിലിറങ്ങുന്ന കന്യാസ്ത്രീകളുടെ ജീവിതവും ഒരുപോലെയാണെന്ന് കരുതാൻ പറ്റില്ല. രണ്ടും രണ്ട് തരം ജീവിതമാണ്. അവർക്ക് നിസ്വാർത്ഥമായി അവർ സേവനം അനുഷ്ഠിക്കുകയാണ്. അവർ അനുഭവിക്കുന്ന അവരുടെ അനുഭവം തന്നെയാണ്. ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങിപ്പോകാൻ ഭയമാണ്. ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കേ എല്ലാം കഴിഞ്ഞു, എല്ലാം പരിഹരിച്ചു എന്നെങ്ങനെയാണ് പാംപ്ലാനി പിതാവ് കരുതുക? ഇത് പരിഹരിക്കപ്പെട്ടു, എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാണ് വീണ്ടും അത് വലുതാക്കുന്നത് എന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്ന ചിലർ. അത് സത്യമാണോ? അതിനുശേഷം നടന്നല്ലോ ആക്രമണം. അത് നല്ല ക്രിസ്ത്യാനിയല്ല എന്നുകൊണ്ടാണോ? അത് പെന്തക്കോസ്തുകാരാണ് എന്നതുകൊണ്ടാണോ? അതിൽ പ്രതികരിക്കേണ്ടതില്ല. അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഓരോ വിഭാഗമുണ്ടെന്നേ. ഇപ്പോൾ ഹിന്ദുക്കളിൽ നായർ തീയർ എന്ന രൂപത്തിൽ കാണുന്നുണ്ടോ എന്ന് സംശയം ചോദിക്കുന്ന പോലെ സഭാ നേതൃത്വവും ഞങ്ങളിൽ എലീറ്റ് ആരാണ്, താഴെക്കിടയിൽ നിൽക്കുന്നവരാരാണ്, ഞങ്ങൾ ആർക്കു വേണ്ടി ശബ്ദിക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ശബ്ദിക്കുമ്പോൾ അവിടെ അടികൊള്ളുന്നവർ അടികൊണ്ടുകൊണ്ടേയിരിക്കും. അതിൽ ഈ പറയുന്ന സിറോ മലബാർ സഭയാണോ നോക്കിയിട്ടല്ല ബജറംഗ് ദൾ അടിക്കുക. അടി ഇനിയും വരുമ്പോൾ വീണ്ടും പോയി പരിഹരിച്ച് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചത് തന്നെയാണോ സഭയുടെ പ്രശ്നം? അതല്ല പ്രശ്നം. കേസുകളാണ് പ്രശ്നം. ഇവിടെ മൂടി വെക്കപ്പെട്ട ഒരു കേസുണ്ടല്ലോ, നേരത്തെ ഒരു അന്വേഷണം കേന്ദ്ര സംഘം എത്തിയ ഒരു കേസുണ്ടല്ലോ, അതെന്തായി? ഓർഗനൈസറിൽ വന്ന ലേഖനമുണ്ടല്ലോ, ആ ലേഖനത്തിന് ശേഷം പിന്നീട് അത് പിൻവലിക്കുന്നു. എങ്ങനെ പിൻവലിക്കുന്നു? കേരളത്തിൽ നിന്നും ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടിയാലേ കാര്യങ്ങൾ ശരിയാകൂ എന്നുള്ള കാര്യം അവിടെ പറയുമ്പോൾ പിന്നീട് ആ ലേഖനം പിൻവലിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഇവിടെ സഭാ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കൊക്കെ അവിടെ അമിത്ഷായുടെ കയ്യിലുണ്ടെന്നേ. ആ സഭാസ്വത്തുക്കൾ എന്ന് പറയുന്ന ഇവിടുത്തെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഒരുപാട് സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയിട്ടുള്ളതാണ്. അതിലൊക്കെ തന്നെയും ഈ പറഞ്ഞ മാതിരി മുസ്ലിങ്ങളുടെ സ്വത്ത് പരിശോധിക്കുന്നത് പോലെ ഒരു പരിശോധനയിലേക്ക് കടക്കുമെന്നുള്ള സൂചന ഇതിനകം നൽകിയിട്ടുണ്ട്. അതങ്ങനെ നടക്കാതിരിക്കുന്നെങ്കിൽ എന്ത് വേണം? ഞങ്ങളിതാ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന രാഷ്ട്രീയമായ നിലപാടെടുക്കണം. അങ്ങനെ ഒരു മിതത്വം ചില ഘട്ടങ്ങളിൽ എടുക്കാനും ചില ഘട്ടങ്ങളിൽ അതിരൂക്ഷമായി പ്രതികരിക്കാനും ഒക്കെ ചിലർക്കറിയാം. അത് മുമ്പ് നികൃഷ്ടജീവി എന്ന് പിണറായി വിജയൻ പറഞ്ഞതും ഓരോ സാഹചര്യത്തിലാണ്. അന്ന് മത്തായി ചാക്കോ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് പറയും. മത്തായി ചാക്കോ ഒരു നിരീശ്വരവാദിയായിട്ടാണ് ജീവിതാന്ത്യം വരെ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന പ്രതികരണം ഒരു സഭാപിതാവ് നടത്തിയപ്പോഴാണ് സഭാപിതാവിൻ്റെ പേര് പറയാതെ ആ വിമർശനം പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അത് പിണറായി വിജയൻ അത്തരം വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളത് സഭയുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ. അതിനു മുമ്പ് വേറെയും ബോഡി വേസ്റ്റ് എന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ശക്തമായ പ്രതികരണം ചില ഘട്ടങ്ങളിൽ വേണ്ടി വരും. ആ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നവരും എന്ന രൂപത്തിൽ അതിനെ കാണണം. ഇപ്പോൾ അത് പാംപ്ലാനിക്കെതിരെയാണ്. പാംപ്ലാനിക്ക് ജയ് വിളിക്കുന്നവർ കൂടിയാൽ അവർക്കെതിരെയും ആ വിമർശനം ഉന്നയിക്കും. ഇനി രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ CPM-ന് കിട്ടുന്ന വോട്ടാണോ എന്ന് ചോദിച്ചാൽ CPM കിട്ടുന്ന വോട്ടല്ല. അതൊരു വിഷയം അവിടെ നിൽക്കുന്നു. CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ കേരള കോൺഗ്രസ് M അവിടെയുണ്ട്. കേരള കോൺഗ്രസ് M വിശ്വാസികളുടെ നിലപാടും സഭാ നേതൃത്വത്തിന്റെ നിലപാടും ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല. വിശ്വാസികൾ എടുക്കുന്ന നിലപാട് അതിനെ സ്വാധീനിക്കാൻ കേരള കോൺഗ്രസ് M-ന് ഇപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ ആ വോട്ട് ഇടതുപക്ഷത്തിലുള്ള വോട്ടാണ്. അതുകൊണ്ട് അതിൽ ഭയക്കേണ്ടതില്ല. ഈ നിലപാടിൽ ഒരു ക്ലാരിറ്റി CPM-നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാംപ്ലാനി പിതാവിനെതിരാണ്, പാംപ്ലാനി പിതാവിനെ അനുകൂലിക്കുന്നവർക്കെതിരെയാണ്. Meet the editors.